3 ദിവസമായി തുടരുന്ന ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കോട്ടത്തറ, പനമരം, പടിഞ്ഞാറത്തറ ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണി നേരിടുകയാണ്. ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടർ തുറന്നതോടെ ഈ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ വെള്ളം കയറും. അതേസമയം വെള്ളമുണ്ട പുളിഞ്ഞാലിൽ റോഡിൽ കുഴി രൂപപ്പെട്ടത് ആശങ്ക സൃഷ്ടിച്ചു. ഇതോടെ ഈ പ്രദേശത്തെ 26 ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ബാണാസുര സാഗർ ഡാമിലെ ഒരു സ്പിൽവേ ഷട്ടർ ഉയർത്തി സെക്കൻഡിൽ 50 ക്യൂബിക് മീറ്റർ വെള്ളം ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് ഒഴുക്കിവിടുന്നുണ്ട്. പുഴയുടെ തീരങ്ങളിലുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അണക്കെട്ടിന്റെ പൂർണ്ണ സംഭരണശേഷിയായ 775.60 മീറ്ററിലേക്ക് ജലനിരപ്പ് ഉയർന്നതോടെയാണ് ഷട്ടറുകൾ തുറന്നു വെള്ളം ഒഴുക്കിവിടാനുള്ള സാഹചര്യമുണ്ടായത്. ഇതിനിടയിൽ അണക്കെട്ടിലെ അധിക ജലം കുറ്റ്യാടി തടത്തിലേക്ക് ടണൽ വഴി കഴിഞ്ഞ ആഴ്ച ഒഴുക്കിവിട്ടിരുന്നു. കബനി നദിയിലെ പെരിക്കല്ലൂർ, മരക്കടവ് എന്നീ കടവുകളിലെ തോണി സർവീസ് തൽക്കാലം നിർത്തിവെക്കാനും നിർദ്ദേശമുണ്ട്. ചൂരൽമല, മുണ്ടക്കൈ മേഖലകളിലും നിയന്ത്രണമുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ മുണ്ടക്കൈ മേഖലകളിലെ തോട്ടങ്ങളിൽ തൊഴിലാളികളെ പ്രത്യേക അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പ്രവേശിപ്പിക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.